ഗോപാൽ, സിഗരറ്റ് ലാവാനാ? ഒന്ന് മലയാളത്തിൽ പറയേണ്ടത്. ഒരു സിഗരറ്റ് താ കുറ്റി. അങ്ങനെ പറ. അണ്ണാൻ എന്നും അണ്ണാൻ തന്നെയാ. മരം കയറ്റം മറക്കരുത്, മനസ്സിലായതാ? എന്നാ ഞാൻ കത്തിച്ചേരാ. വലിച്ചോ, ഇരുത്തി വലിച്ചോ, ചങ്ക് പാടട്ടെ. ഇനി അത് മാത്രമായിട്ട് ബാക്കി എന്തിനു വെച്ചിരിക്കുന്നു? ഗോപാല, ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം? ആ പറ. മിസിക്ക് വലിയ വ്യാധിയാണ്. വ്യാധിയോ? എവിടെ? വയറ്റിൽ, അടിവയറ്റിൽ. എന്ത് വ്യാധി? പറഞ്ഞാൽ പുറത്തു പറയരുത്. ആ പറയില്ല, പറ. മിസിക്ക് ക്യാൻസർ ആണ്. ക്യാൻസർ. എന്തോന്ന്? ക്യാൻസറോ? മിസ്സിക്കോ? നിങ്ങളുടെ നാക്കത്തായിരിക്കും ക്യാൻസർ. എന്റെ നാക്കത്തല്ല, മിസ്സിയുടെ യൂട്ടറസിലാണ് ക്യാൻസർ. ആ, ഗർഭപാത്രത്തിൽ. കർമ്മഫലം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർവാംഗം ക്യാൻസർ ആയിരിക്കുമല്ലോ ഇപ്പൊ. എന്ത് വിളിച്ചത്? എന്ത് വിളിച്ചത്? എന്ത് വിളിച്ചത്? എന്ത് വിളിച്ചത്? എന്റെ ഡിസ്കിനാണല്ലോ അടി. ഗോപാല, ഗോപാല, ആ പിൽസിനെടുത്തേ. അതെ, ഒരു പെഗ് വിസ്കി. അടിവയറ്റിൽ ഒരു വേദന. Hello. Good morning, doctor. Yes. The pain again. Yes, the pills. I'm taking it. Okay. Thank you, doctor. വയറുഴിയണോ മിസ്സി? വേണ്ട, ഡോക്ടറെ വിളിക്കട്ടെ. ഞാൻ അറിയിച്ചിട്ടുണ്ട്. നല്ല വേദന തോന്നുന്നുണ്ടോ? ആ, വേദന നല്ലതല്ല, ചീത്തയാ. പരിഹസിക്കുന്നു. ഗോപാല, എന്തോ? നീ ഒരിക്കലും ആ സ്ത്രീയെ പരിഹസിക്കരുത്, വേദനിപ്പിക്കരുത്. അതൊരു മൂശട്ടയാ. എന്നാൽ ഒരു 10 വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാനും അതായിത്തീരും. അയ്യോ, അങ്ങനെ ആകാതിരിക്കട്ടെ. ആയേ ഓക്കൂ. അതാണ് ഞങ്ങളുടെ ബിസിനസിന്റെ പ്രത്യേകത. എന്റെ ബലമായ അഭിപ്രായം, ഈ വയറ്റിൽ വേദനയും കൊണ്ട് ഈ ഉദ്യോഗത്തിൽ തുടരാതെ റിട്ടയർ ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. ഈ വേദനയാണ് എന്റെ ബോണസ്. പിന്നെ കുറെ കൂടിയൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇനിയുമോ? ഇത്രയൊക്കെ ചെയ്തത് പോരെ? പോരല്ലോ ഗോപാല, പോരല്ലോ. ഗോപാല, ആ ബൈബിളിനെടുത്തേ. അമ്മേ,
അച്ഛൻ നിനക്ക് അച്ഛനുണ്ടോ ഗോപാല? ഇതെന്തൊരു പെമ്പർനോത്തിയാണ്. എനിക്ക് പിന്നെ അച്ഛനില്ലാതെ ഞാനുണ്ടാവുമോ? ഇത് എന്റെ അച്ഛനല്ല, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അച്ഛൻ. അതേത് അച്ഛൻ? പാതിരി അച്ഛൻ. ഓ പാതിരി അച്ഛൻ. ക്യാ ഫൈദാ ഹേ? ഭഗവാൻ പറ. അവരെ മിസ്സിയെ കണ്ട എന്തെങ്കിലും കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞാണ് അങ്ങേര് നിൽക്കുന്നത്. ആനയും കുതിരയൊന്നും അല്ല, ഇത് അച്ഛനാണത്. പിന്നെ ഓ ഈ മുട്ടിങ്ങ അച്ഛൻ നാട്ടിൽ നിന്ന് നേരിട്ട് വരികയായിരിക്കും അല്ലേ? അതെ. അച്ഛൻ തന്നെയാണ് എന്റെ വല്യമ്മ. നിങ്ങൾ ആവശ്യമില്ലാതെ ഈ അച്ഛ, അച്ചച്ച, കൊച്ചച്ച, പൊന്നച്ച എന്നൊന്നും വിളിക്കാറ്. മഹാരാഷ്ട്രമാണ്. ഒരു രാഷ്ട്രവും ഇല്ല അച്ഛ. തന്നെയല്ല, തികഞ്ഞ അരാജകവാദിയാ. നമ്മുടെ കടക്കാവൂരുകാരിയാ. ഓ, കടക്കാവൂരാണോ? എന്റെ നാട് കൊല്ലം. അച്ഛന് സിഗരറ്റ്? ഇല്ല, ഞാൻ വലിക്കാറില്ല. അച്ഛൻ വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നാവോ? ഇല്ല. എന്താ? അല്ല, അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓഹോ, മിസ് കാബാലിക ഇല്ലേ ഇവിടെ? ഉണ്ട്. പ്ലീസ്. എനിക്ക് മനസ്സിലായിരുന്നില്ല ഏത് ഒരു സത്യവിശ്വാസിയായിരിക്കുമെന്ന്. ഞാൻ സത്യവിശ്വാസിയാണ്. സന്തോഷം. ഏതിടവകയിൽപ്പെട്ടതാണ്? ഇടവകയില്ല. ഇടവകയില്ലേ? അപ്പോൾ ഞാൻ ഇടവകയിലൊന്നും പെട്ടതല്ല. ഓഹോ, ഇത് ബൈബിളാണല്ലേ? അതെ. കൂടെ കൂടെ വായിക്കാറുണ്ടോ? സാധാരണയില്ല, ഇടയ്ക്കിടയ്ക്ക്. തുടർച്ചയായിട്ട് വായിക്കണം. വായിക്കാമായിരുന്നു, പക്ഷെ പിന്നെയും കിടക്കുന്നല്ലോ പുസ്തകങ്ങൾ. അച്ഛൻ എവിടുന്ന് വരുന്നു? എന്റെ വീട് കൊല്ലത്താണ്. ഇവിടെ? ഞാൻ ബോംബെയിൽ വന്നിട്ട് ഒരാഴ്ചയായി. ഇടമറ്റം അഗതി മന്ദിരത്തിന്റെ ധനശേഖരാർത്ഥം ഇറങ്ങി തിരിച്ചതാണ്. ഇടമറ്റം അഗതി മന്ദിരം എന്ന് കേട്ടിരിക്കുമല്ലോ. ഇടമറ്റമോ? ഓ, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് വളരെ വർഷങ്ങളായി. അതുവോ? പക്ഷേ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കേരളത്തിൽ ചുരുക്കമാണ്. അങ്ങനെയാണോ? അപ്പോൾ ഞാൻ പ്രസിദ്ധിയാണല്ലോ. തീർച്ചയായും. അത് മാത്രമല്ല, മറുനാടൻ മലയാളികളിൽ ഒരു എണ്ണപ്പെട്ട സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ മാത്രം ഔദാര്യം കൊണ്ട് നടത്തുന്ന പല സ്ഥാപനങ്ങളും കേരളത്തിൽ ഉണ്ടെന്നാണ് എന്റെ അറിവ്. എന്നില്ല, പലരും ഇവിടെ വരാറുണ്ട്. പള്ളിപ്പണി, ആശുപത്രി, അനാഥ മന്ദിരം തുടങ്ങിയ പലതും യഥാശക്തി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ പലരും ചുത്ത തട്ടിപ്പുകാരാണ് കേട്ടോ. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഔദാര്യനിധികൾ പാത്രം അറിഞ്ഞു വേണ്ടേ ദാനം ചെയ്യാൻ? അതെങ്ങനെയാണച്ചാ? പെരുമാറി നോക്കിയാലല്ലേ പാത്രത്തിന്റെ ഗുണമറിയാനൊക്കൂ. അതുകൊണ്ട് നീട്ടുന്ന പാത്രത്തിൽ കണ്ണും അടച്ചങ്ങിടുക. അതാണ് എന്റെ പതിവ്. പാത്രം ചോർച്ചയുള്ളതാണെങ്കിലോ? ചോരാത്ത പാത്രമൊന്നും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എല്ലാ പാത്രവും ഇന്നല്ലെങ്കിൽ നാളെ ചോരും. അത്താ, ചെക്ക് ബുക്ക്. അച്ഛന്റെ അഗതി മന്ദിരത്തിന് ഇതുവരെ കിട്ടിയ സംഭാവനയിൽ ഏറ്റവും വലിയ തുക എന്താണ്? 500 രൂപ. എന്നാൽ ഞാൻ 1000 രൂപ വരെ ചെക്ക് തരാം. ഇത്രയും വലിയ ഔദാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അഗതി മന്ദിരത്തിലെ സ്വീകരണ മുറിയുടെ ഭിത്തിയിൽ ആദ്യത്തെ പേര് നിങ്ങളുടേതായിരിക്കും. എന്ത് പേര്? കാബാലിക. അതെന്റെ യഥാർത്ഥ പേരല്ലല്ലോ. അല്ലേ? അല്ല. അപ്പോൾ യഥാർത്ഥ പേര്? കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരും ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ അച്ഛൻ ചോദിച്ച നിലയ്ക്ക് ഞാൻ പറയാം. ഒരു കുമ്പസാര രഹസ്യം എന്ന നിലയ്ക്ക് എന്റെ ആദ്യത്തെ പേര് റോസമ്മ എന്നാണ്. റോസമ്മയോ? അതെ, എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ആരോ ഇട്ട പേരാണിത്. അപ്പോൾ ക്രിസ്ത്യാനിയാണല്ലേ? അതും എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ആയതാണ്. പിന്നെ ഇപ്പോൾ? കാബാലിക. 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് റോസമ്മയുടെ 21ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. മരിച്ചോ? അതെ, ശരിക്കും മരിച്ചതല്ല, അവളെ കൊല്ലുകയായിരുന്നു. ആര്? പുരുഷൻ. ഒന്നല്ല, പുരുഷൻ എന്ന വർഗം.